നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ മൊഴിയെടുത്തു. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും തിരക്ക് പറഞ്ഞ വരാതിരുന്ന ഗൺമാൻമാരുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി തിരുവനന്തപുരത്തെത്തിയാണ് രേഖപ്പെടുത്തിയത്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് 5 മാസത്തിന് ശേഷമാണ് മൊഴിയെടുക്കൽ. മുഖ്യമന്ത്രി മാത്രമല്ല VIP, അദ്ദേഹത്തിന്റെ ഗൺമാനും അംഗരക്ഷക വ്യൂഹത്തിലുള്ള മറ്റു പോലീസുകാരും എല്ലാം VIP തന്നെ. അതാണ് കേസിൽ പ്രതിയാകുന്ന സാധാരണക്കാർക്ക് ഒന്നും കിട്ടാത്ത പരിഗണന മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്ക് ലഭിക്കുന്നത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ അംഗരക്ഷകരെ അവർ ഇരിക്കുന്ന സ്ഥലത്തെത്തി മൊഴിയെടുത്തതാണ് ഇതിന്റെ ഏറ്റവും നല്ല തെളിവ്. കോടതി നിർദ്ദേശപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പലതവണ നോട്ടീസ് നൽകിയിട്ടും വരാൻ കൂട്ടാക്കിയിരുന്നില്ല. തിരക്ക് പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു പതിവ്. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോഴാണ് SI റാങ്കിൽ താഴെയുള്ള മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് ചെന്നത്. 2 ആഴ്ച മുൻപ് അതീവ രഹസ്യമായിട്ടായിരുന്നു മൊഴിയെടുപ്പ്. മറ്റൊരു കേസിലെ അന്വേഷണത്തിനായി തിരുവനന്തപുരത്ത് പോയപ്പോൾ വിവരം ശേഖരിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത് 5 മാസത്തിന് ശേഷമാണ് മൊഴിയെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് കേസിലെ 1-ാം പ്രതി. അംഗരക്ഷക വ്യൂഹത്തിലുള്ള സന്ദീപ് 2-ാം പ്രതിയുമാണ്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും ചാനൽ ദൃശ്യങ്ങളും ശേഖരിക്കും. റിപ്പോർട്ടർ, ആലപ്പുഴ.